ആൻഡ് ആനിൻ്റെ യൂസേജ് നിങ്ങളെ എന്തെങ്കിലും കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എ ആൻഡ് ആൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് എങ്ങനെയാണ്? വവൽസിന് മുന്നേ വരുമ്പോൾ ആൻ യൂസ് ചെയ്യുന്നു, കൺസണൻസിന് മുന്നേ വരുമ്പോൾ നമ്മൾ എ യൂസ് ചെയ്യുന്നു. പക്ഷേ അതേസമയം ഒരു വാക്കെടുക്കുക, യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്, ആൻ യൂണിവേഴ്സിറ്റി എന്നല്ല. ഇവിടെ നമ്മളുടെ ആദ്യത്തെ ലെറ്റർ എന്താണ്? യു. അതൊരു വവലാണ് എങ്കിൽ പോലും നമ്മൾ ആൻ യൂസ് ചെയ്യാതെ എ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് ഗ്രാമറിലേക്കും ഫോണറ്റിക്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ ഫസ്റ്റ് സൗണ്ട് വവലല്ല, ഫസ്റ്റ് സൗണ്ട് യ എന്നതൊരു കോൺസണൻ്റ് ആണ്, അതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയി വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ഫോണറ്റിക്സിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. മലയാളം എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മളുടെ കയ്യിലുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വാക്കുകളെ നമ്മൾ മലയാളത്തിൽ എഴുതി നോക്കുക. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി തന്നെ എടുക്കാം. യൂണിവേഴ്സിറ്റി മലയാളത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്താണ് വരുന്നത്? യ. ഇത് സ്വരമാണോ വ്യഞ്ജനമാണോ എന്ന് നോക്കുക. സ്വരമാണെങ്കിൽ നമ്മൾ ആൻ യൂസ് ചെയ്യുന്നു, വ്യഞ്ജനമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? യ. യ എന്നത് നമ്മളുടെ മലയാളത്തിലൊരു വ്യഞ്ജനമാണ്, അതുകൊണ്ട് നമ്മളിവിടെ എ യൂസ് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി, ആൻ യൂണിവേഴ്സിറ്റി അല്ല. അതേപോലെ തന്നെ ഹി ഈസ് ആൻ MLA. ആൻ MLA. എം മലയാളത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം എ. എന്ന് പറയുന്നത് ഒരു സ്വരമാണ്, അതുകൊണ്ട് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നു, ആൻ MLA. അതേപോലെ ഹി ഈസ് ആൻ MBA ഗ്രാജുവേറ്റ്, ദർ ഈസ് ആൻ FBI ഏജൻറ്റ് അറ്റ് ദ ഹൗസ്. പിന്നെ അതുപോലെ ഷീ ഈസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ. ഓണസ്റ്റ്, ഇത് നമ്മൾ ഹോണസ്റ്റ് അല്ല, എച്ച് സൈലൻ്റ് ആയതുകൊണ്ട് ഓണസ്റ്റ് എന്ന് എഴുതുന്നു. ഓണസ്റ്റ് മലയാളത്തിൽ എഴുതുമ്പോൾ ഓ ആണ് ആദ്യത്തെ ലെറ്റർ വരുന്നത്, അതുകൊണ്ട് നമ്മൾ ആൻ ഓണസ്റ്റ് പേഴ്സൺ എഴുതുന്നു. അപ്പോൾ മലയാളം എഴുതാൻ അറിയുന്ന ആരും ഇനി എയും ആനും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.